എൻ്റെ കൗമാരക്കാരായവളെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ വളർന്ന രീതിയിൽ അവരെ ലഭിക്കുന്നില്ല. അവരോട് സംസാരിക്കാനോ അവരോട് സംവദിക്കാനോ സാധിക്കുന്നില്ല. ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ച കലാലയത്തെ നിയന്ത്രിച്ച് നിർത്തിയ എനിക്ക് എൻ്റെ സ്വന്തം മകൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. എൻ്റെ മക്കളുടെ മുമ്പിൽ പലപ്പോഴും തഴതാത്തേണ്ടി വരികയാണ്. പല സമയങ്ങളിലും ഖുർആൻ ക്ലാസ്സും മറ്റൊക്കെയായി സജീവമായി ഇറങ്ങുന്ന ഒരു സഹോദരൻ മകനെ വിളിച്ചു പറഞ്ഞൊരു വാക്ക്, നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ കണ്ണിന് കാണുന്ന സമയത്ത് നയനാനന്ദം ലഭിക്കണേ എന്ന് അള്ളാഹുവിനോട് നാൾക്ക് നാൾ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്നതിൽ പലപ്പോഴും അസ്വസ്ഥമാകുന്ന രക്ഷിതാക്കളെ സർവ്വസാധാരണയായി കാണുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചിന്തയും അതോടൊപ്പം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഏതു കാലത്തും അപ്ലൈ ചെയ്യാണ് എങ്കിൽ നമുക്ക് കാണുന്ന സമയത്ത് ആനന്ദം ലഭിക്കുന്ന മക്കളായി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നതാണ്. അതിന് പ്രധാനമായിട്ടും നമ്മുടെ ചിന്താഗതികൾ സമൂഹം ചില ചിന്താധാരകളിലേക്ക് നമ്മയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഈ ചിന്താധാരകൾ ഒന്നാമതായി മാറേണ്ടതുണ്ട് എന്നതാണ്. അഥവാ പ്രായക്കാർ എന്ന് പറഞ്ഞാൽ ശരിയാക്കേണ്ടവരാണ്, നന്നാകേണ്ടവരാണ്. കുറേ തിരുത്തലുകൾക്ക് അവർ വിധേയരാകേണ്ടതുണ്ട്. അവരെ തിരുത്താൻ, അവരെ ഉപദേശിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിക്കണം. ഞങ്ങളുടെ പണി അവരെ ഉപദേശിക്കലും അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർ ഞങ്ങൾ ഉപദേശിക്കുന്നത് പോലെ ശരിയാകേണ്ടവരാണ് എന്ന ധാരണ ഒന്നാമതായി നാം തിരുത്തണം. എന്നാൽ അവിടെ നമുക്കുണ്ടായിരിക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് നാളെ നയിക്കേണ്ടവരാണ് എൻ്റെ മക്കൾ എന്ന കാഴ്ചപ്പാടാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. നാളെ നയിക്കേണ്ടവരാണിവർ. ഇവരെ ഇപ്പോൾ ജീവിക്കുന്ന സമയത്ത് ഇവരെങ്ങനെ ശരിയാക്കേണ്ടവരാണ് എന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചരിത്രങ്ങളെടുത്ത് നോക്കിയാലും ഓരോ പ്രായക്കാരെയും അറിഞ്ഞായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തിരുന്നത് എന്നതാണ്. അതിലേറ്റവും പ്രധാനം, പ്രായം നോക്കാതെ തന്നെ അവരുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃപരമായ പങ്കുകളിൽ കുട്ടികളെ ഇടപെടുത്തിയിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് 4 മക്കളുണ്ട്. ഇത് പറയാൻ സുഖമാണ്. മക്കളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ സുന്ദരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണിത്. ഇത് വികാരത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതല്ല. ഞാൻ ബാപ്പല്ലേ, ഞാൻ ഉമ്മയല്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, നീ അങ്ങനെ ആകണം ഇങ്ങനെ ആകണമെന്ന് പറഞ്ഞൊരു ഇമോഷണലുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അതൊന്നും നമ്മുടെ മക്കൾക്ക് പറയുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യങ്ങളിലല്ല അവർ വളരുന്നത്. അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മളെക്കാളധികം നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളധികം അതിസുന്ദരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അപ്പം നാം ജീവിച്ചിരിക്കുന്ന സമയത്തു തന്നെ നമ്മുടെ വീടകങ്ങൾ തൊട്ട് നമ്മുടെ സമൂഹത്തിൽ ധാർമ്മിക മേഖലകളിലൊക്കെ തന്നെ എല്ലാം കർത്തവ്യം ചെയ്യുന്നതിന് അവരെ നാം ഇടപെടുത്തണം എന്നുള്ളതാണ്. അത് നാം പറയുന്ന അഭിപ്രായങ്ങളെക്കാളധികം അവർ പറയുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കുന്നതിന് പകരമായി അതിൽ കാതലും കരുതലുമുണ്ട് എങ്കിൽ, ഇനിയല്ല അതിൽ എന്തെങ്കിലും പറ്റായ്മകളുണ്ടെങ്കിൽ തന്നെ ആ രീതിയെ തിരുത്താൻ നമുക്ക് സാധിക്കണമെന്നതാണ്. അവരെ ഉൾപ്പെടുത്തണം. അതൊരു കഠിനമായ പ്രയോഗങ്ങളിലൂടെയല്ല മക്കളെ നോക്കിക്കാണേണ്ടത്, കരുതലിൻ്റെ താങ്ങും തണലുമായാണ് നൽകേണ്ടത്. ആൺകുട്ടിയോട് സ്വീകരിക്കുന്ന അതേ നിലപാടല്ല പെൺകുട്ടിയോട് സ്വീകരിക്കേണ്ടത്. കാരണം ഒന്നാണാണ്, മറ്റൊന്ന് പെണ്ണാണ്. ഈ രണ്ടും പടച്ചവൻ സൃഷ്ടിച്ചത് 2 രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആണെന്ന് പറയുന്നത് ബേസിക്കലി ഒരു റെസ്പെക്ട് സീക്കിംഗ് ആനിമലാണ്. ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഊഷ്മളമാകുന്നത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു റെസ്പെക്ട് സീക്കിംഗ് ആനിമലാണെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് അവരുടെ വാക്കിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചിട്ടുണ്ട് എങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത് ഉണ്ടാകുന്നതാണ്.
ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് പോട്ടെ. ഈ സമയത്ത് ഭർത്താവ് പറയാണ് നീ ഇപ്പം പോണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു മറുപടി പറയാണ് ഞാനെപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ പോകലും നടക്കൂല, സ്വസ്ഥതയും ഉണ്ടാവില്ല. എന്നാൽ അവിടെ രണ്ടാമത്തെ വാക്ക് പറഞ്ഞു നോക്കൂ, ഓക്കെ ഞാൻ ഇന്ന് പോകുന്നില്ല, പോട്ടെ, മൂപ്പര് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നില്ല, ഞാൻ പോകാമെന്ന് വിചാരിച്ചത് താത്തയും മക്കളും എല്ലാവരും വന്നു, ഇന്ന് പോകണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്, ഇനി എനിക്ക് ഞാൻ അവളെ എപ്പോഴാണ് കാണുക, 4 മണിക്ക് പോകാമെന്ന് വിചാരിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്ന് 10 മണിക്ക് തന്നെ പോകാനായിരിക്കും. കാരണം ബേസിക്കലി പടച്ചവൻ സൃഷ്ടിച്ചതിൽ ഒരാണെന്ന് പറഞ്ഞ് റെസ്പെക്ട് സീക്കിങ്, അയാൾ പറയുന്നത് അനുസരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ സുന്ദരമാണ് ജീവിതമെന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തൊരു ഭാഗം, ഇത് നമ്മുടെ ആൺകുട്ടികളും ഈ രീതിയിൽ തന്നെയാണ്. രണ്ടാമത്തൊരു ഭാഗം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർ കെയർ സീക്കിംഗ് ആനിമലാണ്. അഥവാ ഒരു ഭർത്താവ് നിർബന്ധമായിട്ടും എന്താ എനിക്ക് ഇവിടെ ഒരു പണി ഉള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് പകരമായിട്ട് എടി നല്ല പണിയും കഷ്ടപ്പാടൊക്കെ നിനക്കുണ്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെയും കുറേ പണി എടുത്തോളും അല്ലേ? അങ്ങനെ തന്നെയല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്? പിന്നെയും കുറേ പണി എടുത്തോളും. അപ്പം ഞാൻ പറയുന്നത് ഈ 2 രീതി ഉണ്ടല്ലോ, ഈ 2 രീതിയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉപ്പയും ഉമ്മയും വളർത്തുന്നത് പോലെ തന്നെ വളർന്നു വരുന്ന പെൺകുട്ടികളാകട്ടെ, എൻ്റെ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളോട് സ്വീകരിക്കേണ്ട നിലപാടും അതേ പ്രായമുള്ള ആൺകുട്ടിയുണ്ടെങ്കിൽ അവനോട് സ്വീകരിക്കേണ്ട നിലപാടും വാക്കുകളിൽ തന്നെ വ്യത്യസ്തം ഉണ്ടാകണം. വാക്കുകളിൽ വ്യത്യസ്തം ഉണ്ടാകണം, അവരെ പരിഗണിക്കുന്നിടത്ത് വ്യത്യസ്തം ഉണ്ടാകണം. ഇത് വലിയൊരു കലയാണ്. ആ കല നമുക്ക് ആസ്വദിക്കാൻ പറ്റിയാൽ മാത്രമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാസുരമാകുകയുള്ളൂ. അതിൽ തന്നെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു മാതൃക എന്ന് പറയുന്നത് കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെല്ലാം തിരുത്തേണ്ടവരാണ് എന്ന കാഴ്ചപ്പാടല്ലേ, അതും മാറി എൻ്റെ 4 മക്കൾക്കും എന്നെ തിരുത്താനുള്ള അവകാശം ഉണ്ടാകണം. എങ്കിൽ എനിക്ക് അവരെ തിരുത്താം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്നെ തിരുത്താൻ ഉള്ള സ്പേസ് എൻ്റെ മക്കൾക്കുണ്ട് എങ്കിൽ അവരെ തിരുത്താൻ എനിക്ക് സാധിക്കും. ഞാൻ ഖുതുബ പറയുന്ന ആളല്ലേ, ഞാൻ ക്ലാസ് എടുക്കുന്ന ആളല്ലേ, ഞാൻ അവിടുത്തെ ഇന്ന സ്ഥാനം വഹിക്കുന്ന ആളല്ലേ, ഇവിടെ എനിക്ക് ഇന്ന സ്ഥാനമുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാണ് എന്ന് നീ എന്നോട് പറയണ്ട, നിങ്ങൾ എന്നോട് പറയണ്ട എങ്കിൽ ഈ കുട്ടി ഒരുപക്ഷെ കുറച്ചു കാലമൊക്കെ നമ്മളൊപ്പം ജീവിക്കും. ഇതേ ജില്ലയിൽ നിന്നാണ് 47 പെൺകുട്ടികൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു പേരൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച സമയത്ത് അന്ന് ഈ ടിക്കറ്റ് നക്കിപ്പറിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ, ടിക്കറ്റ് നക്കിപ്പറിക്കുന്നൊരു കാലം. ആ കാലത്തിൽ കുട്ടികൾ പറഞ്ഞ് ജസ്റ്റ് ലൈക്ക് എ ബസ് ടിക്കറ്റ് എന്നാണ്. അത് പോക്കറ്റിലിടില്ല, ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, അത് അലക്കുന്ന സമയത്ത് ആ കളറ് ഡ്രസ്സിലാകും. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം പുറത്തിടുന്ന ആ ടിക്കറ്റ് ആയിരിക്കും. ആ രീതിയിലാണ് പഠിക്കുന്നത് വരെ കുറച്ചു കാലമൊക്കെ ബാപ്പിയമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, അവരൊഴിവാക്കാം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ പ്രധാനം എന്ന് പറയുന്നതിൽ ഒന്ന്, അവരോട് നമ്മെ തിരുത്താൻ, എൻ്റെ അടുത്തൊരു തെറ്റുണ്ടെങ്കിൽ ഉപ്പ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളണം. ഇനി അതോടൊപ്പം അത് ശരി, അവൾക്ക് തെറ്റായി തോന്നിയതാണ് എങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനും സാധിക്കണം. ഇതിൽ പ്രായമില്ല. ഈ മക്കളെ കാണുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടണോ, സമാധാനം കിട്ടണോ, നിർബന്ധമായിട്ടും ഈ ഒരു രീതി, എന്നെ തിരുത്താൻ എനിക്ക് എൻ്റെ മക്കൾക്ക് സ്പേസ് ഉണ്ട്, എൻ്റെ ഇണക്ക് സ്പേസ് ഉണ്ട് എങ്കിൽ എനിക്ക് അവരെ തിരുത്താൻ സാധിക്കും. ഞാൻ ബാപ്പയാണ്, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഇപ്പം എൻ്റെ ചെലവിനാണ് നീ ജീവിക്കുന്നത്, ഓക്കെ ജീവിക്കും. പക്ഷെ കാണുന്ന സമയത്തുണ്ടല്ലോ കണ്ണ് നിറഞ്ഞ് പുറത്തു വരാത്തൊരു കണ്ണിലെ ദ്രാവകമുണ്ട്, കൂൾസ് ഓഫ് ഐ എന്ന് പറയുന്ന കൺകുളിർമ എന്ന് പറയുന്നത്, അത് ഈ ദുന്യാവിൽ വെച്ച് ആസ്വദിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. മറ്റൊന്ന്, കുട്ടികളുമായി ബന്ധപ്പെടുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ കുറേ അരുതായ്മകൾ പറയാറുണ്ട്. അങ്ങോട്ട് കയറരുത്, ഇത് ചെയ്യരുത്. ഒരുപക്ഷെ തൊട്ടടുത്ത ഹാളിൽ കുട്ടികളുടെ പരിപാടി നടക്കുന്ന സമയത്ത് ഉമ്മാർ പറഞ്ഞിട്ടുണ്ടാവും, അടങ്ങിയിരിക്കണേ, അങ്ങോട്ട് പോകരുതേ, ഇങ്ങോട്ട് പോകരുതേ. അരുതായ്മകൾ പറയും. എന്തൊക്കെയാണ് മക്കൾ ചെയ്യേണ്ടത് എന്നത് കാണിച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് മക്കൾ ചെയ്യേണ്ടത് എന്നത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇത് പുറത്തുനിന്ന് കാണൂല, ഇത് വീട്ടിൻ്റെ അകത്തു നിന്ന് തന്നെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ബോധപൂർവം ഇടപഴകണം. അതോടൊപ്പം അതിൽ തന്നെ പറയുന്നത് കേട്ടല്ല മക്കൾ ജീവിക്കുന്നത്, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കണ്ടല്ല അവർ ജീവിക്കുന്നത്. എന്നാൽ അവർ ജീവിതങ്ങൾ കണ്ടാണ് അവർ ഒപ്പിയെടുക്കുന്നത്. എൻ്റെ ഉപ്പ എങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ ഉമ്മ എങ്ങനെയാണ് ജീവിക്കുന്നത്. എത്ര മക്കളുണ്ടെന്നറിയോ, വിവാഹപ്രായം എത്തി, അവർ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്ന് പരാതി പറയും. നമ്മൾ പറയും കാലത്തെ പഴിക്കും. കാലത്തെയും നാടിനെയും അല്ല പഴിക്കേണ്ടത്, വീടകങ്ങളിൽ ജീവിക്കുന്നവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയുടെ, എൻ്റെ ഉമ്മാൻ്റെ വിധി ഇങ്ങനെയാണ്, എൻ്റെ ഉമ്മ ഇങ്ങനെ അനുഭവിക്കുകയാണ്,
പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തെയും എൻ്റെ ഉമ്മ അനുഭവിക്കുന്നത് പോലെ, എൻ്റെ ഉപ്പ അനുഭവിക്കുന്നത് പോലെ, ഉമ്മയെക്കൊണ്ടുള്ള ഷെറ് ഉപ്പ അനുഭവിക്കുന്നത് പോലെ, ഉപ്പയെക്കൊണ്ടുള്ള ഉപദ്രവം ഉമ്മ അനുഭവിക്കുന്നത് പോലെ എന്തിന് ഞാൻ കമ്മിറ്റഡായി ജീവിക്കുന്നു, സ്വസ്ഥമായി ജീവിച്ചൂടെ എന്നുള്ളത് നാൾക്ക് നാൾ കുടുംബങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, തികച്ചും നമ്മുടെ കുടുംബങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാകണമെന്നത് ഓരോരുത്തർക്കും തോന്നേണ്ട ഒന്നാണ് എന്നതാണ്. അതുപോലെ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തു തന്നെ, ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു കൃത്യമായി ലൈസൻസ് ഉള്ള പ്രാക്ടീസ് ട്രെയിനർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾ ഇപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് അറിയാത്തൊരുത്തൻ മറ്റു സീറ്റിലിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ വീട്ടിലെ ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ എൻ്റെ +2 പഠിക്കുകയും അതുപോലെ 9 പഠിക്കുന്നയും മക്കൾക്ക് സ്ഥാനം ഉണ്ടാകണം. ബാപ്പെടുത്ത് കൊടുക്കാനുള്ളതും മക്കൾ ചെലവാക്കാനുള്ളതും എന്ന കാഴ്ചപ്പാടുണ്ടോ? കഴിഞ്ഞു. കേരള സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഒരു 10-30 വയസ്സ് വരെ പഠിക്കുകയാണ്. എന്താണ് ഒരു സാധനം വാങ്ങുന്നതിൻ്റെ വിലയെക്കുറിച്ച് അറിയില്ല, എത്ര ചെലവാക്കണം എന്നറിയില്ല. നമ്മളും ഇങ്ങനെ എടുത്ത് കൊടുത്ത് പഠിപ്പിച്ച് വിടുകയാണ്. അതല്ല യഥാർത്ഥ പഠനം എന്ന് പറയുന്നത്. അവർ ജീവിക്കുന്ന സമയത്തു തന്നെ എൻ്റെ വീട്ടിലൊരു നികുതി അടക്കണം, 5-6 രൂപ ഉണ്ടാവുള്ളൂ 10 സെൻറ്റിന് നികുതി അടക്കാൻ. ഇത് ബാപ്പന്നെ പോയി അടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അത്തരം ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്തമായി വരണം. ഇനി കറണ്ട് ബില്ല് അടക്കുന്നത് ബാപ്പയുടെ ഗൂഗിൾ പേയിൽ നിന്നാണെന്ന് വെക്കുക എങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എടാ, ഈ മാസത്തെ കറണ്ട് ബില്ലാണ്, നീ ഒന്ന് ഇത് അടച്ചാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ തന്നെ അവൻ്റെ അടുത്ത് കൊടുത്തു നോക്ക്. അല്ല ഉപ്പ, ഇത്രയൊക്കെ കറണ്ട് ബില്ല് വന്നോ? അതല്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നോക്കൂ. നിയന്ത്രണം വീട്ടിലുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പറയുന്നൊരു വാക്കാണല്ലോ, ഈ സക്കാത്ത് കൊടുക്കുക. എത്ര ഖുതുബ പറഞ്ഞാലും സംശയങ്ങൾ തീരൂലല്ലോ. സക്കാത്ത് എന്നൊരു പദം കഴിഞ്ഞാൽ സംശയം ആളുകൾക്ക് തീരൂല. നമ്മളും ഇങ്ങനെ പറയും. നമ്മുടെ മക്കൾ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സിമ്പിൾ മെത്തേഡുകൾ വീട്ടിൽ ചെയ്താൽ മതി. ബാപ്പ കൊടുക്കുന്നതിൻ്റെ വാപ്പാൻ്റെ A to Z വരവ് മക്കൾ ഇരുന്ന് കൂട്ടുന്നു. മക്കളത് കൂട്ടിയിട്ട് ഇത്ര 2% എന്നാണ്, ഇത്രയാണ് കൊടുക്കുന്നു. അവരെ കയ്യിൽ 10 പൈസ വന്നിട്ടുണ്ട് എങ്കിൽ വേറെ എവിടെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, അവരത് കൊടുത്തിരിക്കും. അപ്പം ഈ അർത്ഥത്തിൽ തന്നെ എന്നെ തിരുത്താൻ എൻ്റെ മക്കൾക്ക് സാധിക്കണം എങ്കിൽ എനിക്ക് അവരെ തിരുത്താം. അവർ എല്ലാം തിരുത്തി നന്നാകേണ്ടവരാണ് എന്ന മനസ്ഥിതി മാറ്റണം. ഞാൻ ജീവിച്ചിരിക്കെ തന്നെ നയിക്കേണ്ടവരാണ്, നേതൃപരമായ പങ്കുകൾ വഹിക്കേണ്ടവരാണ്. തീർന്നില്ല. അരുതായ്മകൾ പറയുന്ന സമയത്ത് അതെ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അത് കൂട്ടായി നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ അവരോട് വരണം. ഏതൊരു കാര്യം വീട്ടിൽ ചെയ്യുന്ന സമയത്തും അഭിപ്രായം എന്ന് പറയുന്നത് മക്കൾക്ക് അവർ അർഹിക്കുന്ന രീതിയിൽ അവരോട് ചോദിക്കണം, ഉള്ളു തുറന്ന് സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, സമയക്കുറവ് കൊണ്ട് അവസാന മേഖലയിലേക്ക് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുറേ കുട്ടികളോട് പറയും അത് ചെയ്യണേ ഇത് ചെയ്യണേ എന്നുള്ളത്. ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ തന്നെ സ്വീകരിക്കില്ല. നിങ്ങൾ ഖുർആനിൻ്റെ ശൈലി പഠിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി ശരിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിപ്പിച്ചിട്ടല്ല നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയാട്ടോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഇതാ. വിശ്വാസപരമായ വിഷയങ്ങളിൽ പഠിപ്പിക്കുന്നിടത്തൊക്കെ തന്നെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടി പറയാണ് ഞാൻ ടൂറ് പോട്ടെ, ടൂറ് പോണ്ട, ഉപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല. ആ ഒരു വാക്കാണെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് മാത്രമേ പൈസ ഇല്ലാത്തതുള്ളൂ, ബാക്കി എല്ലായിടത്തും. കാരണം ഇത് സമാനമായി വീട്ടിൽ നിന്ന് തന്നെ മറ്റുള്ള ആളുകളിൽ നിന്ന് കേട്ടുകുട്ടി പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. അവിടെ ടൂറ് പോട്ടെ, ഓക്കെ മോക്ക് പോകാലോ, അല്ലെങ്കിൽ മോക്ക് പോകാലോ ടൂറ്. എടാ എത്രയാവും പൈസ? ഓക്കെ ഇത്ര പൈസ വരും. ഉപ്പാൻ്റെ ശമ്പളം എത്രയാണ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തു തന്നാൽ നമ്മളെ ഇത് എന്താ ചെയ്യുക? പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ നമ്മോട് സ്നേഹമില്ലാത്തവരല്ല. എനിക്കിപ്പോൾ 45 വയസ്സായി. നമ്മൾ വളർന്ന ഈ സ്ഥാനത്തല്ല കുട്ടികളുള്ളത്. ഈ കുട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതവർ സ്വീകരിക്കും, അവർ തിരുത്തും. അവരെ ബോധ്യപ്പെടുത്തുന്നിടത്ത് ബോധ്യപ്പെടുത്തേണ്ടവർക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന ബോധ്യമില്ലായ്മയാണ് സമകാലിക സാഹചര്യം അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി എന്നതാണ്. അവർ ബോധ്യപ്പെട്ടാൽ അവർ തിരുത്തും. അവർ തിരുത്തണമെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തേണ്ടവർ എങ്ങനെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയുന്നില്ല, നമുക്കറിയുന്നില്ല. അതിൽ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കൂ, ഓരോന്നിനും ചോദ്യങ്ങൾ ചോദിച്ചു നോക്കൂ. ഒന്ന് കഴിഞ്ഞാൽ ചോദ്യം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, ഖുർആനിക വിശ്വാസങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ചോദ്യങ്ങളും മറുചോദ്യങ്ങളുമാണ് നമ്മളോട് പറഞ്ഞത്. ചോദ്യം ഉണ്ടാകുമ്പോഴാണ് തിങ്കിങ് പ്രോസസ്സ് നടക്കുക, കെമിക്കൽ ചേഞ്ചസുകൾ നടക്കുക, പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുക. ആ തീരുമാനമുണ്ടെങ്കിൽ നിർബന്ധമായും എൻ്റെ ഉപ്പ ദേഷ്യം പിടിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ദേഷ്യം പിടിക്കാതിരിക്കലാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൗമാരം എന്ന് പറയുന്നത്, ഒരു കുട്ടി പറഞ്ഞത് എൻ്റെ വാപ്പാക്കും ഉമ്മക്കും അറിയില്ലല്ലോ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളക്കണ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ എന്താണ് ഹോർമോൺ ചേഞ്ചസ് എൻ്റെ വാപ്പാക്കും ഉമ്മക്കും അറിയില്ലല്ലോ, അവരെ കാലത്ത് അവരെങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നാ. അപ്പം നമ്മളെന്നെ ആലോചിച്ച് നോക്ക്, പണ്ട് നമ്മൾ ഒറ്റ ഖുതുബ കേട്ടിട്ടുണ്ടാവുള്ളൂ, ഇപ്പോൾ നമ്മൾ 4-5 ഖുതുബ കേൾക്കും. ഇവിടുന്ന് ഇറങ്ങണ സമയത്ത് തന്നെ. ഇന്ന് തന്നെ ഇപ്പോൾ വയനാട്ടിൽ വെളിച്ചം പരിപാടി നടക്കുന്നുണ്ട്, തിരൂരങ്ങാടിയിൽ പ്രൊഫൈൽ നടക്കുന്നുണ്ട്, ഇവിടെ ഇത് നടക്കുന്നുണ്ട്, ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നുണ്ട്. ഇതൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മളൊന്ന് വീണ്ടും കേൾക്കും. ഡോക്ടർ മാറൂഫ് സാറിൻ്റെ സംസാരം ഒന്നുകൂടി കേൾക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഇനിയും കേൾക്കും. കേൾവി കുറവില്ല, പാലിക്കുന്നിടത്താണ് കുറവുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ജീവിച്ച ജീവിതം, അതുപോലെ തന്നെ നമുക്കിടയിൽ തന്നെ മാതൃക കാണിച്ചവർ ചെയ്ത ജീവിതം, ഇവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളുള്ള സമയത്ത് തന്നെ അവർ ഓരോന്ന് ചെയ്തുകൊണ്ട്, അവരുടെ കൈകൾ കൊണ്ട്, അവർ ചെയ്തുകൊണ്ട്, അവരുടെ ഇടപെടൽ കൊണ്ട് വീട്ടിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, ഈ മക്കൾ നമ്മോട് ചേർന്ന് നിൽക്കും. യാത്രകൾ പോകാറുണ്ട്, ഞാനും എൻ്റെ സമപ്രായക്കാരും പോകും. ആ യാത്രകൾ ഒരു അർത്ഥത്തിൽ ശരി തന്നെ. മക്കളും നമ്മളും യാത്ര പോയി നോക്കൂ, അതിലെ ചെലവുകൾ മുഴുവൻ ഇന്നത്തെ ലീഡർ നീയാണ്. ഒരു 15 വയസ്സുകാരനെ ഏൽപ്പിച്ചു നോക്ക്, ഒരു പേടി ഉണ്ടാവില്ല. 45 വയസ്സുകാരനായ ഞാൻ ചെലവാക്കുന്ന അത്ര എൻ്റെ 15 വയസ്സുകാരൻ ചെലവാക്കൂല, നിയന്ത്രിക്കും. ആ യാത്ര സുഗമമാകും. നമുക്ക് കീശയിലെ പൈസയും പോകില്ല, ഇവൻ ജീവിതത്തിൽ പഠിക്കുകയും ചെയ്യും. ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളൊക്കെ നിന്ന സ്ഥാനത്ത്, നമ്മുടെ ബാപ്പാരൊക്കെ പണ്ട് നിന്ന അതേ സ്ഥാനത്ത് നാം നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഈ കുട്ടികൾ അങ്ങോട്ട് കയറി വരുമെന്ന് തെറ്റായ ധാരണയാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട ബാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഉപ്പനെ വിഷമിപ്പിക്കണം, ഉമ്മയെ വിഷമിപ്പിക്കണം, പക്ഷെ എൻ്റെ ബോധ്യം ഇതാണ് പറയുന്നതെന്ന് പറഞ്ഞ് ബോധ്യത്തിനോടൊപ്പം അവർ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇഷ്ടവും സ്നേഹവുമുള്ള ഈ മാതാവിനോടും പിതാവിനോടും നിൽക്കുവാൻ, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, ചോദ്യങ്ങളിൽ നിന്ന് മറു ചോദ്യങ്ങളായി ഉത്തരവാദിത്തങ്ങൾ നൽകി ഒന്നിനു പിറകെ ഒന്നായി ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുക എന്നതാണ്. കൺകുളിർമയുണ്ടാകുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്താ. പാത്രം വീണു, പൊട്ടി, നബി പെറുക്കി, ഉമ്മ അല്പം ദേഷ്യത്തിലാണെന്ന് പറഞ്ഞു. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആ കെമിക്കൽ ചേഞ്ചസ് ആണ് കൂൾസ് ഓഫ് ഐ, കൺകുളിർമ എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ മക്കളും പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നൽകാൻ കുറ്റപ്പെടുത്തിയുള്ള സംസാരങ്ങളില്ലാതെ അവരെ ചേർത്ത് വെച്ച് തലോടി അവരോടൊപ്പം നിന്ന്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നമ്മൾ അധ്യാപകർ ഇട്ട് കൊടുക്കുന്നൊരു മാർക്ക് വെച്ച്, ഞാൻ ഇട്ട് കൊടുക്കുന്നൊരു മാർക്ക് വെച്ച് എൻ്റെ കുട്ടികളെ വിലയിരുത്തുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ വിഡ്ഢിത്തം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്ന മാർക്ക് വെച്ച് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ശുദ്ധമായ വിഡ്ഢിത്തം എന്നാണ് ഈ ഇരിക്കുന്ന അധ്യാപകർക്ക് അധികവും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം ബാപ്പിയും അങ്ങനെ കാണരുത്. കുറഞ്ഞോട്ടെ, മാർക്കില്ലാതെ പോയിക്കോട്ടെ, എങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഇതെൻ്റെ ബാപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, ഈ ബാപ്പയും ഉമ്മയും ഈ ആദർശത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, ഇത് ഞാൻ എടുക്കേണ്ടതാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യത്തല ഉണ്ടാകണം. പള്ളിയിലേക്ക് പോകുമ്പോൾ ബാപ്പാൻ്റെ ബാക്ക് സൈഡിൽ മോനുണ്ടാകണം, മോൻ്റെ ബാക്കിൽ ബാപ്പ ഉണ്ടാകണം, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകണം. എങ്കിൽ അവർ നമ്മെ കണ്ട് പഠിക്കും, നമ്മോടൊപ്പം വളരും, നമുക്കവരെ വളർത്താൻ സാധിക്കും, ആനന്ദദായകമായ ജീവിതം ഉണ്ടാകും. മരിച്ചാലും ഒരു പേടിയും പേടിക്കേണ്ടതില്ല. നമ്മളെക്കാൾ സുന്ദരമായി ഈ മക്കൾ നമ്മുടെ കുടുംബത്തെയും പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കും. അതിന് ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുള്ള സ്പേസ് നീക്കി വെക്കാൻ ഇനിയും നാം ആലസ്യം കാണിക്കുന്നുണ്ട് എങ്കിൽ തിരിച്ച് നാം പ്രതീക്ഷിക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.